എല്ലാവർക്കും നമസ്കാരം. മറ്റുള്ള ആളുകളെ നമ്മൾ ഉപദ്രവിക്കുന്ന കാര്യത്തെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയണ്ടായി. പക്ഷേ അതിനകത്തൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് കൂടി ഞാനിവിടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഉപദ്രവിക്കുന്നത് ഇതേപോലെ ഫിസിക്കൽ ലെവലിലാകാം, ചിലപ്പോൾ ഒരു എന്താ പറയുക കേസ് ഉണ്ടാവേണ്ടി അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ ആകാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം ചെലുത്തി അങ്ങനെയാകാം, അല്ലേ? പല രീതികളിൽ സ്ഥലം തട്ടിയെടുക്കുക, അല്ലെങ്കിൽ മറ്റവൻ്റെ കഞ്ഞൂടി മുട്ടിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ. ഇതൊക്കെ ഒരു ഭാഗത്ത്. പക്ഷേ ഇതിനേക്കാളും വളരെ ഗൗരവമുള്ളൊരു വലിയൊരു ടോപ്പിക് അവിടെ കിടപ്പുണ്ട്. എന്താണ്? അതാണ് ഈ പറയുന്ന പോലുള്ള ബ്ലാക്ക് മാജിക്, അല്ലെങ്കിൽ കൂടോത്രം, മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞാൽ അഭിചാരകർമ്മങ്ങൾ എന്നൊക്കെ പറയണതായ സാധനങ്ങൾ. അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ വീഴ്ത്താൻ വേണ്ടിയിട്ട്, ശത്രുക്കളെ വീഴ്ത്താൻ, ശത്രു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുകയാണ് ശത്രുവായിട്ട്. ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾ അവൻ ചിന്തിക്കുകയാണ്, അവൻ്റെ ആ ഭൂമി എനിക്ക് വേണം, അവൻ ആ ഒരു അത്യാഗ്രഹമാണ്. അപ്പോൾ ആ ഭൂമി വിറ്റ് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അവൻ വിൽക്കാൻ തോന്നിപ്പിക്കാനായിട്ട് എന്ന് വെച്ചിട്ട് മാന്ത്രികം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ആ വീട്ടിൽ അവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ അവന് ഭയങ്കര സംഘർഷങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, തല്ലുകൊടുത്തൊക്കെ ആയിക്കഴിയുമ്പോൾ പറയുമ്പോൾ ഇവിടെ നിന്ന് വിറ്റാൻ കാര്യം പോവാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും ബോധപൂർവമല്ല. ഇത് അപ്പുറത്ത് നമ്മളത് മനസ്സിലാക്കണം. അതുപോലുള്ള ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക്ക് അപ്പുറത്ത് അതായത് വലിയ വലിയ ചില കമ്പനികൾ, അങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, വലിയ വലിയ ആളുകൾ. അതായത് ഒരു സ്ഥലത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ അവർ 4 ഭാഗത്തുള്ള ആളുകൾ മാന്ത്രികം ചെയ്ത് കംപ്ലീറ്റ് ആൾക്കാരെ അവിടെ നിന്ന് ഓടിച്ചിട്ട് അത് ചെറിയ വിലക്ക് അവിടെ നിന്ന് വാങ്ങിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ല, ശരിക്കും അതാണ് ഏറ്റവും വലിയ കർമ്മം ഉണ്ടാക്കുന്ന സാധനം. ആളുകൾ ഉപദ്രവിച്ച്, ആൾക്കാരെ ശല്യം ചെയ്ത്, അത് എത്രത്തോളം മാനസിക സംഘർഷങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടാണ് അവരവിടെ നിന്ന് ഓടിപ്പോണത്. ഇതാണ് ഏറ്റവും വലിയ കർമ്മം. ആ കർമ്മത്തിൻ്റെ ഫലം അത് അതിഭീകരമായിട്ട് ചെയ്യിപ്പിക്കുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞേക്കണ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില ആളുകൾ എന്താണ് അസൂയ കൊണ്ട് ഇതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് അങ്ങോട്ടൊക്കെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിരവധി. ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ ബ്ലാക്ക് മാജിക് ചെയ്യിക്കുന്നു, ഭർത്താവ് ഭാര്യനെ ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ അതേപോലെ പിന്നെ അമ്മായിയമ്മ മരുമോക്ക് ബ്ലാക്ക് മാജിക് കൊടുക്കുന്നു, മാന്ത്രികം കൊടുക്കുന്നു. അങ്ങനെ ഇത് കഥ പറയാൻ പോയാൽ നമുക്ക് നമ്മുടെ തല തന്നെ ആ പാടെ ഒരു ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയിലേക്ക് പോകും. അത്രയും സങ്കീർണമാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 10 സിനിമ അടിക്കാനുള്ള കാര്യങ്ങൾ എൻ്റെ ഉണ്ട്. പക്ഷേ ഞാനിതൊന്നും അങ്ങനെ കൂടുതലായിട്ട് ചിന്തിക്കാറുമില്ല, അതിനെപ്പറ്റി കൂടുതൽ ആളോട് പറയാറുമില്ല. പക്ഷേ അതാണ് അനുഭവം. ആ അനുഭവങ്ങൾ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഒറ്റ കൊല്ലത്തെ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇത്രയും അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കടങ്കഥ പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകുന്ന സമയങ്ങളിൽ. പക്ഷേ ഇതൊക്കെ റിയാലിറ്റിയാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ബ്ലാക്ക് മാജിക്കൊക്കെ ചെയ്ത് മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തിക്കോ. കാരണം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി പവർഫുള്ളായിട്ടാണ് അത് തിരിച്ച് നിങ്ങളത്തേക്ക് വരിക. കാരണം ആ പാവം ചിലപ്പോൾ അവൻ്റെ ദുരിതത്തിൽപ്പെട്ട് അവൻ കുറേ കഷ്ടപ്പെടും. നമ്മൾ പറയും അവൻ്റെ കർമ്മദോഷമാണ്, അവൻ്റെ പഴയ ജന്മത്തിൽ നിന്നുള്ള സാധനം എന്നൊക്കെ പറയാം വേണമെങ്കിൽ. പക്ഷേ ഈ ചെയ്യിപ്പിക്കുന്ന ആൾക്ക് അതിൻ്റെ ബാക്കി ഉണ്ടാവില്ലേ? അത് പ്രകൃതിയുടെ കണക്കുസ്തമുണ്ട്. ആ പ്രകൃതിയുടെ കണക്കുസ്തകത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. അവിടെ ഒരു മാറ്റവും ഇല്ല. പ്രകൃതിയിലെ കണക്കുസ്തകത്തിനകത്ത് എഴുതി വച്ചേക്കണതിനകത്ത് എല്ലാ കണക്കും ഉണ്ടാവും. അത് അടുത്ത ജന്മങ്ങളിൽ ഇതെല്ലാം കടം തീർത്തിട്ടേ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് വന്നേക്കിടത്ത് പോകാൻ പറ്റുള്ളൂ, ഷോളുകൾ. അതാണ് ശാസ്ത്രം. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത്, ഇനിയിപ്പോൾ മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ കാര്യം നോക്കി, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാതെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാലും ഒരു കുഴപ്പമില്ല. അല്ലാതെ എല്ലാവരും സഹായിക്കാൻ നടന്നിട്ട് അവൻ്റെ ചീത്ത കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാലത്തിൽ സഹായിക്കാൻ പോയാൽ ചീത്തയെന്ന് കേൾക്കാൻ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതാണ്. അത് ആൾക്കാർക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യണമെന്ന്. നമ്മൾ ഓൺലൈനിലും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് വരെ നമ്മൾ ഒരുപാട് സഹായങ്ങൾ, ഹീലിങ്ങുകൾ ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലഘട്ടങ്ങളിൽ സഹായിച്ചതിന് കയ്യും കണക്കില്ല ആൾക്കാരാണ്. ഹീലിംഗ് തന്നെ ഇരുന്നുണ്ട്, ഡെയിലി ഹീലിംഗ് ആയിരുന്നു, ഫ്രീ ഹീലിംഗാണ്. അതല്ലാണ്ട് നാം ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊന്നും നമുക്ക് എന്താ പറയുക, നെഗറ്റിവിറ്റി അടിക്കാമെന്നല്ലാണ്ട് വേറെ ഒരു പ്രയോജനം നമുക്ക് കിട്ടിയിട്ടില്ല.
ഒരാളുടെ പോലും ഒരു റെസ്പെക്റ്റ് അതിനും കിട്ടിയിട്ടില്ല. പക്ഷേ മഹാകാളി ഹീലിംഗ് തുടങ്ങിയപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ ഒരു സിസ്റ്റം മൊത്തം മാറ്റി എല്ലാം നമ്മൾ ചാർജബിളാക്കി. ദക്ഷിണയില്ലാതെ നമ്മൾ ആർക്കും ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ ദക്ഷിണയില്ലാതെ ഇതിനിടയിൽ കൂടി നമുക്ക് കുറച്ച് പേർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ചാരിറ്റി ആയിട്ട് കുറച്ച് പേർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇത് കൂടുതൽ ഞാൻ പറയാതെ കൂടി കുറേ പേർക്ക് നമ്മൾ ചാരിറ്റി ആയിട്ട് ഇടയിൽ ആദ്യ തുടക്കാലത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്കൊന്നും ഒരാൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡും ഇല്ലാത്തൊരു അവസ്ഥ വന്നു. അതിനൊരു വിലയില്ലാത്ത ഒരവസ്ഥ. പിന്നെ ചില ആളുകൾ പറയും, സാറേ ഞങ്ങളിൽ പൈസ ഇല്ല, ചെയ്ത് കഴിഞ്ഞിട്ട് തരാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാർക്ക്. പക്ഷേ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, കാര്യം നടന്നു കഴിയുമ്പോൾ അവർ പറയണത് ഇത് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഞങ്ങൾക്കൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈസ തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ പൈസ തരാതിരുന്നിട്ട് അങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം അവർ കർമ്മ ഉണ്ടാക്കുകയാണ്. കാരണം ഞാനായിട്ടല്ലല്ലോ കർമ്മ വരുന്നത്, ദേവിയായിട്ടല്ലേ. ഇപ്പം ഞാനിതിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. ഇടപാട് നിങ്ങളും ദേവിയും തമ്മിലാണ്. ഹീലിങ്ങിന് വന്ന ആൾക്കാരുടെ ഒരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങളും ദേവിയും തമ്മിലാണ് ഇടപാട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ കടമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാണ്ട് ഇപ്പോൾ ഒരു രൂപ പോലും നിങ്ങൾ തരാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദക്ഷിണയായിട്ട് നിങ്ങളൊരു ചെറിയ എമൗണ്ട് ആയപ്പോലും അത് നിങ്ങൾ അയച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും ദേവിയും തമ്മിലാണ് കടം. അത് നിങ്ങൾ തമ്മിലായിക്കൊള്ളണം. എനിക്കതിനകത്ത് ഒരു റോളും ഇല്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുക. എനിക്കതിനകത്ത് ഒരു റോളും ഇല്ല. ഞാൻ ആ ഭാഗമേ ചിന്തിക്കാറില്ല. കാശ് വയ്ക്കാൻ പോകാറില്ല ഒരാളത്തും ഞാൻ വിളിച്ചിട്ട് കാശിൻ്റെ അയക്കാത്തതെന്ന് ഞാൻ ഇതേവരെ ചോദിച്ചിട്ടില്ല. പലരും എനിക്ക് പൈസ തരാറുണ്ട്, പല ആൾക്കാരും തരാറുണ്ട്, ഇപ്പോഴും തരാറുണ്ട് പൈസ. പക്ഷേ ഞാനത് ചോദിക്കാറില്ല. അത് കാരണം അത് നിങ്ങളും ദേവിയും തമ്മിലായിക്കൊള്ളണം ഇടപാടുകൾ. എനിക്കതിനകത്ത് ഒരു താല്പര്യമില്ല. അപ്പോൾ അതെല്ലാം വലിയ വലിയ കടങ്ങളാണ്. കാരണം നേർന്ന് കൊടുക്കാണ്ടിരിക്കുന്ന പോലെ ആവും ലാസ്റ്റ്. വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിങ്ങനെ പറയാണ്ട് ഇരിക്കുകയായിരുന്നു തന്നാൾ. പക്ഷേ അത് ദേവി അങ്ങനെ ഒന്നും പ്രാവശ്യം എനിക്ക് മെസ്സേജിൽ കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇത് പറയണം കേട്ടോ. നിങ്ങൾ നേർച്ചകൾ തരൂല്ലേ? ഇപ്പോൾ പ്രസവം നടന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് ഞാൻ മറ്റേ കൊടുത്തേക്കാം. പ്രസവം നടന്നു കഴിയുമ്പോൾ പിന്നെ ഗുരുവായൂരപ്പന് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, പുള്ളിക്ക് ആവശ്യം പോലെ അവിടെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതെല്ലാം ഭീകരമായ പ്രശ്നങ്ങളാണ്, കടങ്ങളാണ്, തേച്ചാലും മാച്ചാലും പോകാത്ത കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് ഹീലിംഗ് വരുന്ന ആളുകളുടെ കഥയും. നിങ്ങൾ ആ സാധനം ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്ത് കട്ട് ചെയ്ത് തീർത്ത് പോയില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്കത് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഞാനായിട്ടൊന്നും അങ്ങനെ പ്രാർത്ഥിക്കൊന്നുമില്ല കേട്ടോ, നിങ്ങളങ്ങനെ പേടിക്കണ്ട. പക്ഷേ ദേവി അത് നോക്കും. അതുകൊണ്ടാണത് എടുത്ത് പറയാനായിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് ഒരു അബദ്ധം പറ്റരുതെന്ന് വെച്ച് പറയുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും വർക്കുകൾ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങളിൽ പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ഒരു കടമ്പിടുത്തക്കാരനൊന്നുമല്ല. പക്ഷേ അതിനൊരു ദക്ഷിണ കൊടുത്ത് അത് കട്ട് ചെയ്യണം. നിങ്ങൾ അവസാനിപ്പിക്കണം. ഒരു രൂപ കൊടുക്കാണ്ട് എന്നിട്ട് നിങ്ങൾ സർവീസ് എടുക്കരുത്. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഞാൻ ചോദിക്കൊന്നുമില്ല, ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ ഒന്നും മിണ്ടു. ഞാൻ പറയും താരണ്ടാ കുഴപ്പമില്ല കേട്ടോ എന്ന് പറയും. അങ്ങനെ പറയൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ.